രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. രാഹുൽ ഗാന്ധി ആൾക്കൂട്ടത്തെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു. നടപടി ഗുവാഹത്തിയിൽ കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡ് പൊളിച്ചതിനെ തുടർന്ന്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, രാഹുലിനെതിരെ നടപടി ഘടിപ്പിക്കുകയാണോ? എന്താണ് അറിയുന്നത്? പൂജ, ഈ ഗുവാഹത്തി പട്ടണത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതിൽ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്ക് അനുമതി ഉണ്ടായിരുന്നില്ല. അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും, ക്രമസമാധാന പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുമെന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് അനുമതി നിഷേധിച്ചത്. എന്നാൽ ബൈപ്പാസ് വഴി പോകുന്ന സമയത്ത് തന്നെ രാഹുലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് പ്രവർത്തകർ, അതിൽ യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ BV ശ്രീനിവാസ് ഉൾപ്പെടെയുള്ളവർ ഈ പോലീസ് ബാരിക്കേഡ് മറികടന്ന് ഗുവാഹത്തി പ്രദേശത്തേക്ക് പോകാൻ ശ്രമിച്ചു. അതിന് രാഹുൽ ഗാന്ധി ആഹ്വാനം നൽകി പ്രകോപിപ്പിച്ചു. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു വാചകം ബസ്സിൻ്റെ മുകളിൽ വെച്ച്, തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന സമയത്ത് നിയമം ലംഘിക്കാൻ കോൺഗ്രസ് ഒരിക്കലും മുതിരില്ല, പക്ഷേ ബാരിക്കേഡുകൾ തകർക്കും, ഞങ്ങൾ ഭീരുവല്ല എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. ആ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യവും, ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടി ഈ ആക്രമണ ദൃശ്യങ്ങൾ, സംഘർഷ ദൃശ്യങ്ങൾ എടുത്ത് അത് തെളിവായി സ്വീകരിച്ചുകൊണ്ടാണ് ഹിമന്ത ബിശ്വ ശർമ്മ അസം DGPക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് എതിരെ കേസെടുക്കാനായിട്ട്. പക്ഷേ നടപടി ഉണ്ടാകുമോ, അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കാരണം ഹിമന്ത ബിശ്വ ശർമ്മ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത്തരത്തിലൊരു നടപടി കോൺഗ്രസ് നേതാക്കൾക്ക്, പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിക്കെതിരെ പോയി കഴിഞ്ഞാൽ അത് ന്യായ യാത്രയ്ക്ക് അനുകൂലമായുള്ള രീതിയിൽ, അതായത് യാത്രയ്ക്കൊരു അനുകൂല ഇമേജ് ഉണ്ടാകുന്ന രീതിയിൽ പോയേക്കാം. അതുകൊണ്ട് അറസ്റ്റ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ ഉണ്ടാകുള്ളൂ എന്നുള്ള കാര്യം, പ്രത്യേകിച്ചും യാത്രയുടെ സംഘാടകരെ ആയാലും കോൺഗ്രസ് നേതാക്കളെ ആയാലും അങ്ങനെ ഒരു അറസ്റ്റ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ ഉണ്ടാകൂ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കേസെടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിക്കെതിരെ കേസുണ്ടാകും. അതിനെതിരെ എല്ലാം തന്നെയുള്ള ഒരു പ്രതികരണം കൂടിയാണ് രാഹുൽ ഗാന്ധി അല്പനേരം മുൻപ് ഗുവാഹത്തിയിൽ വെച്ച് നടത്തിയിരിക്കുന്നത്. വളരെ അഴിമതിക്കാരനായിട്ടുള്ള ഒരാൾ മനഃപൂർവ്വം BJP സർക്കാർ തൻ്റെ യാത്രക്കെതിരെ, ഭാരത് ജോഡോ യാത്രക്കെതിരെ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. മണിപ്പൂരിലും അതുപോലെ തന്നെ നാഗാലാൻഡിലും ഉണ്ടാകാതെ ഇരുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ അസമിൽ പ്രവേശിച്ച ശേഷം ഭാരത് ജോഡോ യാത്രക്കെതിരെ ഉണ്ടാകുന്നു എന്നുള്ള കാര്യം കൃത്യമാണ്, വ്യക്തമാണ്. അതിനെല്ലാം തന്നെ നേതൃത്വം നൽകിയിരിക്കുന്നത് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്, ഹിമന്ത ബിശ്വ ശർമ്മയാണ് എന്നുള്ള കാര്യം കൂടി കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. തുടരെ ഈ ഭാരത് ജോഡോ ന്യായ യാത്രക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നു, നിയമ നടപടികൾ സ്വീകരിക്കുന്നു. ഇതിനെല്ലാം തന്നെ കാരണം കേന്ദ്ര ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾ അതേപടി അനുസരിക്കുന്ന ഹിമന്ത ബിശ്വ ശർമ്മയുമാണെന്നുള്ള കാര്യം കൂടിയാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പ്രവർത്തകരും പറഞ്ഞു വെക്കുന്നത്.